Hello friends, welcome back to my channel, Don't Learn English, Live It. In this video, we will continue reading the story of Dave. In the last session, I introduced the writer and the theme of the story to you. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു അവസാനത്തെ ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ അവസാനത്തെ വരിയുടെ ഒരു ഭാഗം വിട്ടു. I actually left out somehow part of the last sentence in the first paragraph. നമുക്ക് അവിടെ തൊട്ട് തുടങ്ങാം. ഒരു ചെറിയ ഭാഗമാണ്. So let's get into it. My delight in my new clothes, however, was mixed, for this was no feast day, but the day on which I was to be cast into school for the first time. So he was going to be cast into school, means he was going to be thrown into school. ആ ത്രൂൺ ഇൻറ്റു കാസ്റ്റ് ഇൻറ്റു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ അല്ലേ. നമുക്ക് ഫോഴ്സ്ഫുൾ ആയിട്ട് അവനെ അല്ലേ ബലം പ്രയോഗിച്ച് അവനെ വലിച്ചെടുത്ത് അല്ലേ പറിച്ചെടുത്ത് കൊണ്ടുപോകുന്ന പോലെയാണ്. അപ്പോൾ ഹി വാസ് ടു ബി ത്രോൺ ഇൻ ടു സ്കൂൾ അല്ലേ. ഇറ്റ് ഈസ് എഗൻസ്റ്റ് ഹിസ് വെൽ. My mother stood at the window watching us, and I would turn toward her from time to time, appealing for help. He walked along a straight line with gardens. On both sides were extensive fields, planted with crops, prickly pears, henna trees, and a few date palms. So they went ahead. To say the mother was actually looking at them standing at the window, watching them standing at the window. അല്ലേ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. നോക്കൂ, and I would turn toward her from time to time. Would turn means ഉദ്ദേശിക്കുന്ന എന്താണ്, ഒരു പാസ്റ്റ് ഹാബിറ്റിനെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. would turn. I would play football while I was young. I would play. അതിന് പകരം നമുക്ക് I played എന്ന് പറയാം. I used to play എന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്കൂ, എപ്പോഴും അല്ല, തുടർച്ചയായിട്ടല്ല, കണ്ടിന്യൂസ് ആയിട്ടല്ല നോക്കൂ കുട്ടിയെ അമ്മയെ നോക്കിയത്. പിന്നെയോ ഫ്രം ടൈം ടു ടൈം അല്ലേ. ദാറ്റ് മീൻസ് ഒക്കേഷണലായിട്ട് വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എന്ന് വേണമെന്നില്ലെങ്കിൽ പറയാം, പക്ഷെ തുടർച്ചയായിട്ടല്ല. അപ്പീലിംഗ് ഫോർ ഹെൽപ്പ്. അപ്പീലിംഗ് മീൻസ് റിക്വസ്റ്റിംഗ് ഫോർ ഹെൽപ്പ്. അപ്പീൽ അല്ലേ. നോക്കൂ, ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ എ സൈലന്റ് അപ്പീൽ അല്ലേ. അതൊരു സൈലന്റ് അപ്പീൽ ആയിരിക്കാനാണ് സാധ്യത. കാരണം അച്ഛൻ കൂടെ ഉണ്ട്, എന്നെ വന്ന് സഹായിക്കാൻ പറയാൻ പറ്റുകയില്ല അല്ലേ. അപ്പോൾ അവൻ്റെ ലുക്സിൽ അതുണ്ടായിരുന്നു, അവൻ്റെ ഭാവത്തിൽ അതുണ്ടായിരുന്നു. We walked along a straight line with gardens. നോക്കൂ, നേരത്തെ പറഞ്ഞല്ലോ, we proceeded, ഒരു മുന്നോട്ട് പോവാണ്. They went ahead അല്ലേ. സോ എന്തൊക്കെയാണ് കണ്ടത്? on their wheat school എന്തൊക്കെയാണ് കണ്ടത്? On either side of the street they saw gardens, beautiful lines of gardens. രസമാണല്ലേ, റോഡിൻ്റെ ഇരുവശങ്ങളിലും മനോഹരമായ ഗാർഡൻസിൻ്റെ ലൈൻ അല്ലേ. അപ്പോൾ സ്ട്രീറ്റ് എല്ലാം ബ്യൂട്ടിഫൈഡ് ആണ്. ദ സ്ട്രീറ്റ് ഈസ് ബ്യൂട്ടിഫൈഡ് വിത്ത് gardens on either side. Then നോക്കൂ, we walked along the straight line with gardens on both sides were extensive fields. Extensive means വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ലേ, ഒരുപാട് സ്ഥലം എടുക്കുന്ന എന്നുള്ള മീനിങ് ആണ്. ടേക്കിംഗ് എ ലാർജ് ഏരിയ ഓഫ് ലാൻഡ് എന്നുള്ള മീനിങ് ആണ് അതിനുള്ളത്. എക്സ്റ്റെൻസീവായ, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള, സ്പ്രോളിംഗ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഫീൽഡ്സ് ആണ് അതിനപ്പുറം, ഈ റോഡിൻ്റെ രണ്ട് സൈഡുകൾക്കും അപ്പുറം അല്ലേ. അവിടെ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഓൺ ബോത്ത് സൈഡ്സ് വെരി എക്സ്റ്റെൻസീവ് ഫീൽഡ്സ് പ്ലാന്റഡ് വിത്ത് ക്രോപ്സ് അല്ലേ. നമുക്ക് അവിടെ ഫാമേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ക്രോപ്സ്, പലതരത്തിലുള്ള ക്രോപ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ക്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റ്സ് ഫാമേഴ്സ് ഗ്രോ ആണ്, ഐദർ ഫോർ ഫുഡ് ഓർ ഫോർ മണി അല്ലേ. ഒന്നുകിൽ ആഹാരത്തിന് അല്ലെങ്കിൽ അവർക്ക് വിറ്റ് കാശാക്കാൻ വേണ്ടിയിട്ട് നടുന്ന ചെടികളാണ്. ഇവിടെ എന്തൊക്കെ ചെടികളാണ്, എന്തൊക്കെ പ്ലാന്റ്സ് ആണ് നട്ടിരിക്കുന്നത് നോക്കൂ. ഒന്ന് പ്രിക്ലി പെയർസ്. പ്രിക്ലി പെയർസ് നിങ്ങൾ കണ്ടിരിക്കാൻ സാധ്യതയില്ല. ഇത് കാക്ടസ് ഫാമിലിയിലുള്ള ഒരു പ്ലാന്റ് ആണ്, ഒരു ഫ്രൂട്ട് പ്രൊഡ്യൂസിങ് പ്ലാന്റ് ആണ്, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പോലെ. അത് കണ്ടിരിക്കുമല്ലോ അല്ലേ. നോക്കൂ, ഹെന ട്രീസ്. ഹെന മീൻസ് കയ്യിലൊക്കെ അരച്ച് പുരട്ടുന്ന മൈലാഞ്ചി അല്ലേ. ഹെന ട്രീസ് ഉണ്ട്. ഇതെല്ലാം തന്നെ ട്രോപ്പിക്കൽ ഓർ സബ് ട്രോപ്പിക്കൽ ഏരിയസിൽ വളരുന്ന പ്ലാന്റ്സ് ആണ്. ആൻഡ് എ ഫ്യൂ ഡേറ്റ് പാംസ് കോക്കനട്ട് പാംസ് അല്ലേ, നമ്മുടെ നാട്ടിലെ തെങ്ങ്. നോക്കൂ, അതുപോലെ ഇതുപോലെ ട്രോപ്പിക്കൽ കൺട്രീസിലെല്ലാം തന്നെ നോക്കൂ പനമരങ്ങളുണ്ട്. ഡേറ്റ് പാംസ് നമ്മൾ തിന്നുന്ന അവിടെ നിന്നൊക്കെ വരുന്നതാണ് നമ്മൾ തിന്നുന്നത്. രാജസ്ഥാനിലൊക്കെ ഉണ്ട്, മരുപ്രദേശങ്ങളിൽ ധാരാളമായിട്ട് ഇത് വളരുന്നത്. അങ്ങനെയുള്ള ഡേറ്റ് പാംസ് അവിടെ ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട് അല്ലേ. നോക്കൂ, മനോഹരമാണ് അല്ലേ. ഇനി അവിടെ ഒരു വാക്ക് നമ്മൾ വിട്ടുപോയി, പ്രിക്ലി.
ഹാവിങ് നീഡിൽ ലൈക്ക് പാർട്സ് ആണ്. തൊട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം കാക്ടസിലേക്ക് തൊട്ട് കഴിഞ്ഞാൽ കൈ മുറിയും അല്ലേ, കാരണം അതിൽ മുള്ളുണ്ട്. ഈ പേഴ്സ് എന്ന് പറയുന്ന ഈ ഫ്രൂട്ട് പ്രൊഡ്യൂസിങ് പ്ലാന്റ് എന്ന് പറയുന്ന കാക്ടസ് വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റിനും നോക്കൂ നീഡിൽസ് ഉണ്ട്, ഇതുപോലുള്ള നീഡിൽ ലൈക്ക് പാർട്സ് ഉണ്ട്. അതുകൊണ്ടാണ് പ്രിക്ലി എന്ന് പറയുന്നത്. അടുത്തത്, വൈ സ്കൂൾ ഐ ചലഞ്ച് മൈ ഫാദർ ഓപ്പൺലി ഐ ഷൽ നെവർ ഡു എനിത്തിങ് ടു അനോയ് യു. നോക്കൂ എന്തുമാത്രം അവൻ അൺവില്ലിംഗ് ആണ്. ഹി ഈസ് റിലേറ്റഡ് ടു ഗുഡ് സ്കൂൾ. ഷേക്സ്പിയറുടെ ആസ് യു ലൈക്ക് ഇറ്റിൽ നോക്കൂ ഓൾ ദി വേൾഡ്സ് സ്റ്റേജ് എന്ന് അറിയപ്പെടുന്നൊരു കവിതയുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ഇൻ ലൈഫാണ്. ആദ്യത്തെ സ്റ്റേജ് കൊച്ചു കുഞ്ഞാണ്. നോക്കൂ രണ്ടാമത്തെ സ്റ്റേജിലാണ് ഒരു ഒരു ബോയ് അൺവില്ലിംഗ് ടു ഗുഡ് സ്കൂൾ എന്ന് എനിക്ക് തോന്നുന്നു. ബോയ് അൺവില്ലിംഗ് ടു ഗുഡ് സ്കൂൾ. അവൻ്റെ കയ്യിൽ ഒരു സീച്ചിലുണ്ട്, പക്ഷേ സ്കൂളിൽ പോകാൻ തയ്യാറല്ല, കരയുന്നുണ്ട്. അങ്ങനെ ഒരു കുട്ടി അല്ലേ. അപ്പോൾ എല്ലാ കുട്ടികളും, നല്ലൊരു ശതമാനം കുട്ടികളിലും ഈ ഒരു ധാരണ ആ സമയത്ത്, ഈ ഒരു അവസ്ഥ ആ സമയത്ത് ആദ്യമായി സ്കൂളിൽ പോകുന്ന ദിവസം ഉണ്ടാവാം. അപ്പം പറഞ്ഞു, ഫാദർ വൈ സ്കൂൾ, വാട്ട് സ്കൂൾ ഫർ, ഇതാണ് ആ ചോദ്യം. എന്തിനാ ഈ സ്കൂള്, വാട്ട്സ് ദി പർപ്പസ് ഓഫ് സ്കൂൾ അല്ലേ. അടുത്ത ചോദ്യം, അടുത്ത വരി എന്താണ്, ഐ ചലഞ്ച്ഡ്, ഞാൻ ചലഞ്ച് ചെയ്തു. അവിടെ ചലഞ്ച് ചെയ്തു എന്നുള്ള വാക്കിന് ക്വസ്റ്റ്യൻ എന്നുള്ള മീനിങ് കൊടുത്താൽ മതി. ഐ ക്വസ്റ്റ്യൻഡ് മൈ ഫാദർ ഓപ്പൺലി. ഓപ്പണായിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഫ്രാങ്ക്ലി എന്നുള്ള മീനിങ് ഉള്ളൂ. എൻ്റെ മനസ്സിലത് തോന്നി, ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, ഐ ഓപ്പൺലി ക്വസ്റ്റ്യൻ മൈ ഫാദർ ഐ ഷൽ നെവർ ഡു എനിത്തിങ് ടു അനോയ് യു ഫാദർ. നോക്കൂ ഇത് ദയനീയമായ അവസ്ഥയിലാണ്. ഐ ഷൽ നെവർ ഡു എനിത്തിങ് ടു അനോയ് യു. അപ്പോൾ ഹി മസ്റ്റ് ഹവ് തോട്ട് ദാറ്റ് ഹി വാസ് ടേക്കിംഗ് സ്കൂൾ ആസ് എ പണിഷ്മെന്റ് അല്ലേ. അവനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പണിഷ്മെന്റ് ആയിട്ടാണ് അവന് തോന്നുന്നത്. അതുകൊണ്ട് പറഞ്ഞു, പ്ലീസ് ഫാദർ ഡോണ്ട് ടേക്ക് മീ ടു സ്കൂൾ, ഐ വോണ്ട് ഡു എനിത്തിങ് ടു അനോയ് യു. അനോയ് മീൻസ് ടു മേക്ക് ആംഗ്രി. താങ്കൾക്ക് ദേഷ്യം, ടു ഇറിറ്റേറ്റ് യു അല്ലെ. താങ്കൾക്ക് ദേഷ്യം വരുന്നൊന്നും ഞാൻ ചെയ്യില്ല, ഇനി ദയവായി എന്നെ സ്കൂളിൽ കൊണ്ടുപോകരുതെന്നാണ്. നോക്കൂ, ഐ ഷാൽ നെവർ ഡു എനിത്തിങ് ടു അനോയ് യു. സോ വാട്ട് ഡിഡ് ദി ബോയ് സേ? അവൻ എന്താ പറഞ്ഞത്? ഹി told his father that he would never do anything to annoy him and requested him not to take to school. ഇങ്ങനെ ഇത് പറഞ്ഞ് ശീലിച്ചു നോക്കൂ. ഒരു ക്വസ്റ്റിൻ്റെ ആൻസറും കാണാതെ പഠിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നന്നായി കഥ ശ്രദ്ധിക്കൂ. I'm not punishing you, am I? He said, laughing. School is not a punishment. It is the factory that makes useful people out of children. Don't you want to grow up? അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന അതിൻ്റെ ടോൺ എന്താണ്? ഫാദർ ഇവനെ ഒന്ന് വിശ്വസിപ്പിച്ച് അല്ലേ, അവനെ ഒന്ന് കൺവിൻസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. സ്കൂൾ അങ്ങനെയൊന്നുമല്ല അല്ലേ, സ്കൂൾ നിനക്ക് നന്മ ചെയ്യുന്ന ഒരിടമാണ് എന്നൊക്കെ പറയാൻ ശ്രമിക്കുക, ഒന്ന് പെർസ്യൂഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കുകയാണ് അല്ലേ. അവനെ ഒന്ന് സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. മനസ്സിലായല്ലോ? ഒന്ന് ലിവർ ചെയ്യുക എന്നൊക്കെ പറയും, LURE, സ്കൂളിലേക്ക്. നിങ്ങളും ഐ എം നോട്ട് പണിഷിങ് യു മൈ സൺ. നീ വിചാരിക്കുന്നത് പണിഷ്മെന്റ് ആണെന്നോ? നോ, ഐ എം നോട്ട് പണിഷിങ് യു. നോക്കൂ, നീ അത് തെറ്റിദ്ധരിച്ചതാണ്, അങ്ങനെയൊന്നുമല്ല. ഹി സെഡ് laughing. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഹി laughed at his son's statement അല്ലേ. ഈ സ്റ്റേറ്റ്മെന്റിനെ അദ്ദേഹം ഒന്ന് കളിയാക്കിയും കളഞ്ഞു അല്ലേ. നോക്കൂ, കളിയാക്കി ചിരിച്ചു. laughing. School is not a punishment. School is not a punishment. സ്കൂൾ ഒരു പണിഷ്മെന്റ് അല്ല. ദാറ്റ് മീൻസ് സ്കൂൾ ഒരു ശിക്ഷിക്കുന്ന സ്ഥലമല്ല എന്നെടുത്താൽ മതിയല്ലോ അല്ലേ. നോക്കൂ, അതൊരു പണിഷ്മെന്റ് ഒന്നുമല്ല. ഓർ സെൻഡിങ് ടു സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെന്റ്, യു നോ. ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് എ പണിഷ്മെന്റ്. ഇറ്റ് ഈസ് ദി ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. നമുക്ക് ആവശ്യമുള്ളൊരു വരിയാണ്. ഇറ്റ്സ് എ ഫാക്ടറി. സ്കൂൾ ഈസ് എ ഫാക്ടറി വെയർ യൂസ്ഫുൾ സിറ്റിസൻസ്, യൂസ്ഫുൾ പീപ്പിൾ, യൂസ്ഫുൾ ടു ദി സൊസൈറ്റി ആർ മെയ്ഡ് ഔട്ട് ഓഫ്, നിർമ്മിക്കപ്പെടുന്നു അല്ലേ, സൃഷ്ടിക്കപ്പെടുന്നു. മെയ്ഡ് ഔട്ട് ഓഫ് ചിൽഡ്രൻ. കുട്ടികളെ കൊണ്ട് കൊടുക്കുക, നമുക്ക് നല്ല യൂസ്ഫുൾ സിറ്റിസൻസ് ആക്കി കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. നല്ല എൻ്റെ അർത്ഥം. എന്തുപോലെ തോന്നുന്നു നമുക്ക്? സ്കൂൾ ഒരു ഫാക്ടറിയാണ്. ചെല്ലുന്ന കുട്ടികളെല്ലാം റോ മെറ്റീരിയൽസ് ആണ്. കുറേ കഴിഞ്ഞ് അവരെ പ്രോസസ്സ് ചെയ്ത് അല്ലേ, നോക്കൂ എന്തൊക്കെയോ ചില പ്രോസസ്സുകളിലൂടെ അവരെ യൂസ്ഫുൾ സിറ്റിസൻസ് ആക്കി വെളിയിലേക്ക് വിടുന്നു. ഒരു ഫാക്ടറി. ഫാക്ടറി എന്ന് പറയുന്നത് തന്നെ നോക്കൂ, ഒരു യന്ത്ര സംവിധാനം എന്നുള്ള തോന്നലേ നമുക്കുണ്ടാകുന്നുള്ളൂ അല്ലേ. അതാണോ സ്കൂൾ? സ്കൂൾ വ്യത്യസ്തമല്ലേ. അവിടെ നമ്മൾ കുറേ കൂടെ മനുഷ്യരാകാനല്ലേ യഥാർത്ഥത്തിൽ പഠിപ്പിക്കേണ്ടത് അല്ലേ. ഇതൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ് അല്ലേ. ഒരു ഡീഹ്യൂമനൈസിങ് ഏജൻസി പോലെ നമുക്ക് സ്കൂൾ തോന്നുന്നത്. മനുഷ്യരെ കൊണ്ടാക്കുക, മനുഷ്യരല്ലാതൊക്കെ തിരിച്ചു തരും അല്ലേ. ആണോ? അല്ലോ. നോക്കൂ, ഇറ്റ് ഈസ് ദി ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. ഡോണ്ട് യു വാണ്ട് ടു ഗ്രോ അപ്പ് അല്ലേ. അത് വളരെ എൻഡേസിങ് ആണ്. കാരണം എല്ലാ കുട്ടികൾക്കും അല്ലേ വളരാൻ ആഗ്രഹമുണ്ട്. ദേ വാണ്ട് ടു ഗ്രോ അപ്പ് അല്ലേ. നമുക്ക് അവരുടെ അച്ഛനെ പോലെ അല്ലെങ്കിൽ അവരുടെ മൂത്ത പ്രതീക്ഷനെ പോലെയൊക്കെ വളരാൻ ആഗ്രഹമുണ്ട്. അതൊരു നല്ല പോയിന്റ് ആണല്ലേ. നിനക്ക് വളരണ്ടേ എന്ന് പറയുമ്പോൾ ഏത് കുട്ടിയും വീണ് പോകും അല്ലേ. അപ്പോൾ അവനെ പെർസ്യൂഡ് ചെയ്യാനുള്ള മാർഗ്ഗമാണ് ഫാദർ ഉപയോഗിച്ചത്. മനസ്സിലായല്ലോ. സോ
His father tried to change his mind, അവൻ്റെ മനസ്സ്, ചേഞ്ച് ഹിസ് വ്യൂ, അല്ലെ, അവൻ്റെ കാഴ്ചപ്പാട് മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. നമുക്ക് ഈ സെന്റൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെയല്ല അത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റി പറയാം. ഐ എം നോട്ട് പണിഷിങ് യു, എം ഐ ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആണ്, അല്ലെ. ഐ എം നോട്ട് പണിഷിങ് യു, എം ഐ. ഹി ടോൾഡ് ഹിസ് സൺ ദാറ്റ് ഹി വാസ് നോട്ട് പണിഷിങ് ഹിം. മനസ്സിലല്ലേ? നോക്കൂ, അച്ഛൻ അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ പണിഷ് ചെയ്യല. എന്നിട്ട് ചോദിച്ചു, ഡു യു വാണ്ട് ടു ഗ്രോ അപ്പ്, അല്ലേ? നോക്കൂ, ഫാദർ ആസ്ക്ഡ് ഹിം വെദർ ഹി വാണ്ടഡ് ടു ഗ്രോ അപ്പ്. ഇങ്ങനെ ഈ സെന്റൻസുകളൊന്നും മറിച്ചും തിരിച്ചൊക്കെ പറഞ്ഞു നോക്കൂ. ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഈ സെന്റൻസുകളെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കൂ, സിമ്പിൾ സെന്റൻസുകളും ഫ്രേസുകളും ആക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് വരാം ഈ ക്ലാസ്. Don't you want to grow up? And then he asked him a question. He asked him whether he did not want to grow up. അല്ലേ? ലൈക്ക് ഹിം, അല്ലെ, അച്ഛനെ പോലെയും അവന് വേറെ നാട്ടില് ഗ്രൂണം ആയിട്ടുള്ള ആൾക്കാരുണ്ടാവല്ലോ, അല്ലെ, അഡൽട്സിനെ പോലെ, മറ്റു അഡൽട്സിനെ പോലെ വളരണ്ടേ നിനക്ക്, അല്ലെ. നോക്കൂ, അവനെ നന്നായി പെർസ്യൂഡ് ചെയ്തെടുക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ഒരു ഫലം ഉണ്ടായോ നോക്കൂ. I was not convinced. I did not believe there was really any good to be had in tearing me away from the intimacy of my home and throwing me into this building. It looked like some huge, high-walled fortress, stern and grim. നോക്കൂ, it had no effect on him, അല്ലെ. അവനിൽ വലിയ മാറ്റമൊന്നും അതിന് വരുത്താൻ കഴിഞ്ഞില്ല. ഇതൊക്കെയാണ് ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. ഒരാളെ കൺവിൻസ് ചെയ്യുക മീൻസ് മേക്ക് സംബഡി ബിലീവ് സംതിങ്, അല്ലെ, എന്തിലെങ്കിലും വിശ്വസിപ്പിക്കുക എന്നുള്ളത്. സോ ദി ഫാദർ മിസറബിളി ഫെയിൽഡ് ടു കൺവിൻസ് ഹിം. ദാറ്റ് മീൻസ് ഹിസ് ഫാദർ കുഡ് നോട്ട് കൺവിൻസ് ഹിം, കുഡ് നോട്ട് മേക്ക് ഹിം ബിലീവ് ഹിസ് വേർഡ്സ്, അല്ലെ. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അവനെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. നോക്കൂ, I did not believe there was really any good to be had in tearing me away from the intimacy of my home and throwing me into this building. He could not think that school could do any good for him. സ്കൂളിന് അവനിൽ എന്തെങ്കിലും ഒരു നല്ലത് ചെയ്യാനാകുമെന്ന് ഒരിക്കലും അവൻ കരുതിയില്ല. But he never thought that, he never believed that school could do any good for him. അല്ലേ? നോക്കൂ, ഇതാണ് അവന്റെ വിശ്വാസം. And his father failed to convince him that സ്കൂൾ വാസ് ഫോർ ഹിസ് ഗുഡ്, അല്ലെ, സ്കൂൾ നിന്റെ നല്ലതിനാണ് എന്ന് അവനെ വിശ്വസിപ്പിക്കാനായില്ല. നോക്കൂ, അവൻ പറയുന്നത് there was really any good to be had, that means to be obtained. നമുക്കൊരു ഹാവിന്റെ പാസീവ് ഫോമിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളത് ഉള്ളൂ. എന്താണ് ടു ബി ഹാഡ്? പാസിവൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവല്ലോ, ഒരു സെന്റൻസിനെ പാസിവൈസ് ചെയ്യാം. ടു ബി ഹാഡ്, ടു ബി ഒബ്റ്റെയിൻഡ്. അതുപോലെ ഹാവ് എന്ന് പറയുന്ന വെർബിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണോ അതൊക്കെ പഠിക്കും. ഇൻ ടേറിങ് മീ അവേ മീൻസ് ടേർ ചെയ്യുക മീൻസ് ടേക്ക് സംബഡി ബൈ ഫോഴ്സ്, അല്ലെ, ബൈ ഫോഴ്സ് എടുക്കുക. വൈൽ സമൺ ഈസ് ഡൂയിങ് സംതിങ് എൻജോയബിൾ, അല്ലെ. അപ്പോൾ വളരെ എൻജോയബിൾ ആയ ഒരു പ്രവൃത്തി ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെ, അയാൾ രസിച്ചിരിക്കുകയാണ് അതിൽ, ആ സമയത്ത് അയാൾ അതിൽ നിന്ന് വലിച്ചു പറിച്ചു കൊണ്ടുപോവുക, അല്ലെ. അവന്റെ വീട്ടിലെ ജീവിതം വളരെ സന്തോഷകരമാണ്. അവിടെ നിന്ന് അവനെ, അല്ലെ, ടേറിങ് ഹിം അവേ, ടേക്കിംഗ് ഹിം ബൈ ഫോഴ്സ്, അല്ലെ, or making him to do something unpleasant ആയ ഒരു കാര്യം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പോലെയാണ്. tear, tone, ഇതാണ് അതിന്റെ 3 രൂപങ്ങൾ. to tear, stare, tone, tearing, 5 രൂപം. into this building എന്ന് പറഞ്ഞാൽ അതിന് having no soul, അല്ലെ, അതിന്റെ ആത്മാവില്ല, വെറും ബിൽഡിംഗ്, അല്ലെ. നോക്കൂ, say it looked like some huge high-walled fortress. it looked like, കണ്ടിട്ട് എന്തുപോലുണ്ട്, ഒരു high-walled fortress, 4 ചുറ്റും വളരെ ഉയരമുള്ള ഹൈ വാൾഡ് ആണത്, അല്ലെ. നമുക്ക് വെൽ പ്രൊട്ടക്റ്റഡ് ആണത്, അല്ലെ. നമുക്ക് എന്തുപോലെ തോന്നും കണ്ടാൽ. ഇറ്റ് ലുക്ക് ലൈക്ക് എ ഫോർട്രസ്. ഫോർട്രസ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫോർട്ടിനേക്കാൾ കുറെ കൂടെ വലുതാണ് ഫോർട്രസ്. രണ്ടും തന്നെയാണ്, എങ്കിലും കുറെ കൂടെ ആ സ്ട്രക്ചറിൽ വലിപ്പമുണ്ട്. ഫോർട്രസ് ബിഗർ ദാൻ എ ഫോർട്ട് ആണ്, അല്ലെ. എന്താണത്? കുറെ കെട്ടിടങ്ങൾ, ടവേഴ്സ് ഒക്കെ കാണും, നിങ്ങൾ കണ്ടിരിക്കുന്നതിന്റെ ചിത്രങ്ങൾ, അല്ലെ. നമുക്ക് അതിന് ചുറ്റും മൗണ്ട്സ് ഉണ്ടാവും, ഡിച്ചസ് ഉണ്ടാവും, വലിയ ഡിച്ചസ് എന്ന് പറഞ്ഞാൽ വലിയ കുഴികൾ, ഇതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ വലിയ ആക്രമണങ്ങൾ വന്നാൽ പെട്ടെന്ന് ആളുകൾക്ക് ഇങ്ങനെ കയറി വന്നവരെ ആക്രമിക്കാനാവില്ല, അല്ലെ. അതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്, അല്ലെ. സാധാരണ ഫോർട്രസസ് ആർ ബിൽറ്റ് ഫോർ ദി പർപ്പസ് ഓഫ് ഡിഫൻസ്, പ്രതിരോധത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. നമുക്ക് അങ്ങനെയുള്ളൊരു ലുക്കാണ് സ്കൂളിന്, അല്ലെ. ഇതായിരിക്കും നമുക്ക് കാണുമ്പോൾ തന്നെ മടുപ്പ് തോന്നുന്ന, പേടി തോന്നുന്ന ഒരു ലുക്ക്. ഇത്രയുള്ളൂ. ഹൈ വാൾഡ് ഫോർട്രസ്, സ്റ്റേൺ ആണ്. സ്റ്റേൺ മീൻസ് നോട്ട് ലീനിയൻറ്റ്, അല്ലെ. അല്പം പോലും ലീനിയൻ്റ് അല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, ഒരു ഫ്രണ്ട്ലി ലുക്ക് അതിനില്ല, അല്ലെ. നോക്കുള്ളൂ, സ്റ്റേൺ ആണ്, വളരെ സ്ട്രിക്റ്റ് ആണ്. ആൻഡ് ഗ്രിം, അല്ലെ. ഗ്രിം എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ, ഒരു ഗ്രിം ലുക്ക്, ഒരു അൺപ്ലീസന്റ് ലുക്ക്, ഒരു ഡിപ്രസിങ് ലുക്ക്, ഒരു ഡിസ്ഹാർട്ടനിങ് ലുക്ക്, അല്ലെ. ഇതാണ് അവൻ ആ സ്കൂൾ ബിൽഡിംഗ് കണ്ടപ്പോൾ തോന്നിയത്. മനസ്സിലായല്ലോ? അപ്പൊ തീർച്ചയായിട്ടും കുട്ടി ഭയന്നു, അല്ലെ. When we arrived at the gate, we could see the courtyard, vast and crammed, full of boys and girls. Go in by yourself, said my father.
and join them. Put a smile on your face and be a good example to others, won't you? No. When we arrived at the gate, eventually they arrived at the gate of the school. Eventually means finally. നടന്ന് അവസാനം അവരുടെ ലക്ഷ്യത്തിലെത്തി, സ്കൂളിന്റെ ഗേറ്റിന്റെ സമീപത്ത്. We could see the courtyard. From there they could see. അവർക്ക് courtyard കാണാൻ കഴിഞ്ഞു. They could see. കാണാൻ കഴിഞ്ഞു അവിടെ ഒന്നുണ്ട്. They were able to see. നോക്കൂ, the courtyard. Vast and crammed. It was very wide. വിശാലമായ ഒരു സ്ഥലമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വളരെ എക്സ്പെൻസീവ് ആണ് അല്ലേ? നോക്കൂ, അതേപോലെ തന്നെ crammed full of boys. Crammed. മനസ്സിലായി? നിങ്ങളുടെ പരീക്ഷ വരുമ്പോൾ നിങ്ങളുടെ തല നിങ്ങൾ ഐഡിയസ് കൊണ്ട് ക്രാം ചെയ്യുന്നത് പോലെ കുത്തി നിറയ്ക്കുന്നത് പോലെ അല്ലെ? crammed full of boys and girls. മനസ്സിലായല്ലോ? ഇവിടെ പാക്ഡ് വിത്ത് യു ക്യാൻ സേ. ചിലപ്പോൾ നിങ്ങൾ ഒരു ഹാള്, ഒരു സിനിമ ഹാള് തന്നെ പാക്ഡ് വിത്ത്, പാക്ഡ് ആസ് പാക്ഡ് അറ്റ് സാർഡൈൻസ് എന്ന് പറയും. ആസ് പാക്ഡ് ആസ് സാർഡൈൻസ്, കുത്തി നിറച്ച് ചാളയടിക്കുക ഇതുപോലെ എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ പറയും. നോക്കൂ, പാക്ഡ് ടു ദി റൂഫ് എന്ന് പറയാറുണ്ട്. റൂഫ് വരെ പാക്ഡ് അല്ലേ? ചില ബസ്സുകളൊക്കെ പോകുന്നു, സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന ബസ് അല്ലേ, അതിൻ്റെ റാഫ്റ്റ് വരെ അല്ലേ പാക്ഡ് ആണ്. നോക്കൂ, then join them. Yes, go in by yourself. നോക്കൂ, യു ഹാവ് ടു വർക്ക് ഓൺ യുവർ ഓൺ. അതിനുള്ളൊരു ട്രെയിനിങ് ആയിരിക്കണം അച്ഛൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന രീതി അല്ലേ? ലോങ് സ്ട്രൈഡ്സിൽ അവനെ പറ്റി ചിന്തിക്കാതെ അല്ലേ? ബിക്കോസ് he wanted his son to learn to take long strides. അതായിരിക്കണം കാരണം എന്ന് നമുക്ക് തോന്നുന്നു അല്ലേ? നോക്കൂ, സ്വന്തം കാലിൽ നീ നടന്നകത്തേക്ക് പോവുക അല്ലേ? ഞാൻ നിന്നോട് ഇപ്പം വരുന്നില്ല, ഐ നോട്ട് കമ്മിങ് വിത്ത് യു അല്ലേ? ഗോ ഓൺ യുവർ ഓൺ. ഒറ്റയ്ക്ക് പോയിക്കുക അല്ലേ? ഒറ്റയ്ക്ക് ഗോ ഓൺ യുവർ ഓൺ. സെറ്റ് മൈ ഫാദർ. സോ ഹിസ് ഫാദർ വാണ്ടഡ് ഹിം ടു ഗോ ഇൻ അല്ലെ? അകത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു ബൈ ഹിംസെൽഫ്. ഇങ്ങനെയൊന്നും പറഞ്ഞു നോക്കുക ഈ സെന്റൻസുകളെല്ലാം. ഇപ്പം നമുക്ക് ക്വസ്റ്റൻസ് ചെയ്യാൻ ഈസിയാണ്. സെറ്റ് മൈ ഫാദർ ആൻഡ് ജോയിൻ ദം. അവർ കുട്ടികളിരിക്കുന്ന കണ്ടില്ലേ? ചില അവിടെ ഒരുപാട് റോ മെറ്റീരിയൽസ് മുമ്പൊക്കെ ആളുകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണല്ലേ? അതിൻ്റെ ഒരു ഭാഗമാനാണ് ഗോ ആൻഡ് ബി എ പാർട്ട് ഓഫ് ഇറ്റ് അല്ലേ? നോക്കൂ, കാരണം നിങ്ങളെല്ലാം കൂടെ പ്രോസസ് ചെയ്തെടുക്കാൻ പോകുന്നു അവിടെ അല്ലേ? നോക്കൂ, put a smile on your face. Don't forget to put a smile on your face അല്ലേ? ഒരു ഫോഴ്സ്ഡ് സ്മൈൽ ആയിരിക്കും തീർച്ചയായിട്ടും, കാരണം അവന് ചിരിക്കാൻ പറ്റില്ല അല്ലേ? ഒരു ഫേക്ക് സ്മൈൽ, മുഖത്ത് ഫേക്ക് ആയിക്കോട്ടെ അല്ലാതായിക്കോട്ടെ അല്ലേ? മുഖത്തൊരു ചിരിയൊക്കെ ഫിറ്റ് ചെയ്ത് അല്ലേ? നോക്കൂ, ചില ഇപ്പോൾ ഫേക്കിനും ജെന്യൂൻ എന്നൊക്കെ അറിയാം. ജെന്യൂൻ സ്മൈൽ ആൻഡ് ഫേക്ക് സ്മൈൽ എന്താണെന്ന് ആ ഡിഫറൻസ് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഫേക്ക് ആൻഡ് ജെന്യൂൻ അല്ലേ? അപ്പോൾ put a smile on your face. Put on, വെയർ ചെയ്യുക, ധരിക്കുക അല്ലെ? മുഖത്ത് ഒരു ചിരിയൊക്കെ ധരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ് ആൻഡ് ബി എക്സംപ്ലറി. ആൻ എക്സംപ്ലറി ചൈൽഡ്, എക്സംപ്ലറി സ്റ്റുഡൻസ് അല്ലെ? നമുക്ക് ഒരു റോൾ മോഡൽ ഫോർ അതേഴ്സ് അല്ലെ? നമുക്ക് ബാക്കിയുള്ളവർക്കെല്ലാം ഒരു റോൾ മോഡലായി ഈ സ്കൂളിൽ നീ ഇനി അങ്ങോട്ട് അല്ലെ കഴിയണം. മനസ്സിലായല്ലോ? അതിനാണ് നിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്. സോ പ്ലീസ് ഗുഡ് നോൺ യുവർ ഓൺ. അകത്തേക്ക് പിക്കൂ. I hesitated and clung to his hand. But he gently pushed me from him. Be bold, he said. Today you truly begin life. You will find me watching for you when it's time to leave. അല്ലേ? നമുക്ക് അവനൊരു ധൈര്യം കൊടുക്കാനാണ് അച്ഛൻ ശ്രമിക്കുന്നത്. I hesitated and clung to his hand. അല്ലേ? I actually held on to his hand. Held tightly on to his hand. കയ്യിൽ ഇങ്ങനെ ബലിപ്പിച്ച് പിടിച്ചു അല്ലേ? ഞാൻ എന്ത് ചെയ്യാൻ തയ്യാറായില്ല. I hesitated. ഞാൻ വിസമ്മതിച്ചു അകത്തേക്ക് പോകാൻ. ഐ ഹെസിറ്റേറ്റഡ്. ഐ ഷോഡ് അൺവില്ലിങ്നെസ്. മനസ്സിലായില്ലേ? ഹി ഷോഡ് റിലേറ്റൻസ്. ഈ വാക്കൊക്കെ നിങ്ങൾ കേട്ടിരിക്കും നേരത്തെ അല്ലേ? ടു ഗോ ഇൻ. അകത്തേക്ക് പോകാൻ ഞാൻ മടിച്ചു നിന്നു. അച്ഛൻ്റെ അല്ലേ? ഐ കണ്ടിന്യൂഡ് ഹോൾഡിങ് ഓൺ മൈ ഫാദേഴ്സ് ഹാൻഡ്. ബട്ട് ഹി ജെന്റ്ലി പുഷ്ഡ് മീ ഫ്രം ഹിം. ഹി ജെന്റ്ലി, വളരെ ജെന്റിലായിട്ടാണ്. പുഷ്ഡ് മീ എവേ. പുഷ്ഡ് മീ എവേ മീൻസ് എന്ത് അർത്ഥം കൊടുക്കാൻ നമുക്ക്? നഡ്ജ്ഡ് മീ, ഇങ്ങനെ ഒന്ന് തള്ളുക, നഡ്ജ് ചെയ്യുക. NUDGE, nudge അല്ലേ? He gently nudged me away. നമുക്കറിയാം ഈ കോഴികൾ, കുഞ്ഞുങ്ങൾ ഉള്ള കുഞ്ഞുങ്ങൾ വലുതായി കഴിയുമ്പോൾ അവയെ പെക്ക് ചെയ്ത് കൊത്തിമാറ്റി നമ്മൾ നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മൾ ധാരാളമായിട്ട് കാണുന്നത് പെക്കിംഗ് എവേ ദെയർ ചിക്സ് അല്ലേ? നമുക്ക് അവൻ്റെ ഗ്രൂ അപ്പ് വളരുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അത് അല്പം ഒരു ഹാർഷ് വേർഷൻ ഓഫ് ലവ് ആണ്. ഹാർഷ് വേർഷൻ ഓഫ് മദേഴ്സ് ലവ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഇവിടെ ഈ അച്ഛനെ അത്ര ഹാർഷ് ആകുന്നില്ല, ജെന്റിലായിട്ടൊന്ന് പുഷ് ചെയ്തു. മറ്റേത് ഒരു കാരുണ്യം കൂടാതെ കോഴി അതിൻ്റെ കുഞ്ഞുങ്ങളെ കൊത്തിമാറ്റും. അതൊരു നല്ല കാര്യമാണ് തീർച്ചയായിട്ടും. കോഴി കുഞ്ഞുങ്ങൾക്ക് സ്വന്തം കാലിൽ ജീവിക്കാനുള്ള, അമ്മയുടെ സംരക്ഷണം ഇല്ലാതെ ജീവിക്കാനുള്ള ഒരു ട്രെയിനിങ് ആണത് അല്ലേ? അതുപോലെ തന്നെ ഇവിടെ നോക്കൂ, എന്നിട്ട് ഞാൻ പറഞ്ഞു ബി ബോൾഡ് അല്ലേ? എന്ത് തരം സെന്റൻസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമത്? അതൊരു നോക്കൂ, ഓർഡറോ റിക്വസ്റ്റോ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ? നോക്കൂ, ആ ടൈപ്പ് സെന്റൻസ് ആണ്. ഇതൊരു ഇംപെരേറ്റീവ് സെന്റൻസ് ആണ്. നോക്കൂ, ബി ബോൾഡ് അല്ലേ? ബി
ബോൾഡ്. അതിനെങ്ങനെ നിങ്ങൾ നിങ്ങളുടേതായ വാക്കുകളിൽ പറയും? ആ, ദി ഫാദർ വാണ്ടഡ് ഹിസ് സൺ ടു ബി ബോൾഡ്. എന്താണ് ടു ബി ബോൾഡ്? ബോൾഡ് ആയിരിക്കാൻ അച്ഛൻ മകനോട് പറഞ്ഞു. ടുഡേ യു ട്രൂലി ബിഗിൻ യുവർ ലൈഫ്. ഇന്ന് നീ നിന്റെ ജീവിതം ആരംഭിക്കുകയാണ്, അല്ലെ? ഇവിടെയാണ് നിന്റെ ജീവിതം ആരംഭിക്കുന്നത്. ദർസത്തിൽ കഥ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം, അല്ലെ? നോക്കൂ, അവന്റെ അവസാനത്തിന്റെ ആരംഭമാണിത്, അല്ലെ? ഇറ്റ് ഈസ് ദി ബിഗിനിങ് ഓഫ് ഹിസ് എൻഡ്, വി ക്യാൻ സേ, അല്ലെ? ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്, യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു, ആൻഡ് വെൻ ദി സ്കൂൾ എൻഡ്സ് ആൻഡ് വെൻ യു കം ഔട്ട് യു വിൽ സീ മീ വെയിറ്റിംഗ് ഫോർ യു, അല്ലെ? പറഞ്ഞത് നോക്കൂ, യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു. നീ പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് കാണാം. ഐ വിൽ ബി വെയിറ്റിംഗ് ഫോർ യു വെൻ ഇറ്റ്സ് ടൈം ടു ലീവ്, ദാറ്റ് മീൻസ് വെൻ ദി സ്കൂൾ എൻഡ്സ്. കേട്ടല്ലോ? ഇനി അടുത്ത പാർട്ടിൽ നമുക്ക് ബാക്കി പഠിക്കാം. അപ്പോൾ ഇത് നന്നായി വായിക്കുക. നന്നായി വായിച്ചിട്ട് ഇതിൽ ഓരോ വാക്കുകളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കേൾക്കാമെന്നുള്ളതേ ഉള്ളൂ. തൽക്കാലം ഞാൻ ബോർഡിൽ വാക്കുകളുടെ അർത്ഥങ്ങളൊന്നും എഴുതിയിട്ടില്ല. ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് സമയമെടുത്ത് ഇത് ചെയ്യാം. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല, അല്ലേ? If you found it useful, don't forget to like, subscribe, comment, and share it with your friends. Thank you.